നമസ്കാരം. അടുത്ത 10-20 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ രാജ്യം നേരിടാൻ പോകുന്നത് വലിയ ആപത്താണ്. തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. ഒരുപക്ഷെ 10-25 കൊല്ലത്തിനപ്പുറം നമ്മുടെ ഈ രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം, അതായത് വളർന്നു നിൽക്കുന്ന സൈനിക ശേഷിയിൽ വളർന്നു നിൽക്കുന്ന ഏതെങ്കിലും രാജ്യം കീഴ്പ്പെടുത്തി പണ്ടത്തെ പോലെ അവരുടെ അടിമപ്പണി എടുപ്പിക്കാൻ നമ്മുടെ പൗരന്മാരെ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ഇപ്പോഴത്തെ പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ അതിലേക്ക് സംഭവിക്കുമെന്നതാണ് വസ്തുത. നമ്മളത് കാണാതിരുന്നിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി സർക്കാർ ഇവിടെ വികസനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം, അല്ലെങ്കിൽ അതുപോലെ സ്വീകാര്യതയുള്ള സ്ഥാനം, നിലയും വിലയുമുള്ള ഒരു സ്ഥാനം കിട്ടുന്നുണ്ട് എന്നൊന്നും സന്തോഷിച്ചിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിനൊക്കെ ഒരു അല്പം ആയുസേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 10-20 വർഷം പരമാവധി, അതിനപ്പുറത്തേക്ക് ആയുസില്ല. കാരണം ഇന്ത്യയിൽ പൗരന്മാരുണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിലല്ലേ, ഇന്ത്യക്ക് സാമ്പത്തിക അവസ്ഥ ഉണ്ടെങ്കിലല്ലേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ത്യ വട്ടപൂജ്യമാണ്. അമേരിക്ക ആയാലും മറ്റേത് രാജ്യമായാലും അവരുടെ നിന്ന് കടം വാങ്ങി അവരുടെ അടിമയിൽ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക സഹായത്തിലേ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്നാലോചിച്ച് നോക്ക്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. അത് നമ്മുടെ ഭരണാധികാരികളെ കുറ്റം പറയുന്നതായിട്ട് കാണരുത്. നമ്മളെ ഈ മൂവ്മെന്റ്, ഇപ്പോൾ പാറ്റ മൂവ്മെന്റ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യുവാക്കൾ ഈ കോൺഗ്രസ് മൂവ്മെന്റ് ഏറ്റെടുക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി, അതിനുള്ള ഉത്തരം കിട്ടും. 100% അതിന്റെ ഉത്തരം കിട്ടും. പക്ഷെ ഇപ്പോഴും ഈ പാറ്റയെ പിടിച്ച് പൂട്ടിയിടാൻ, അല്ലെങ്കിൽ അതിനെ കരിച്ചു കളയാൻ വേണ്ടി നോക്കുകയാണ്. എന്തുകൊണ്ട് പാറ്റ എന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ ഭരണാധികാരികൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്, യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കരുതും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ, ഇനി അതും അല്ലെങ്കിൽ ഇവിടുത്തെ റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെയാണെന്ന് നമ്മൾ കരുതിയിരിക്കുന്നത്. ജനജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള അടിസ്ഥാന വികസന കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് ദേ ഇന്ത്യ ലോകോത്തരമായി വികസിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ വലിയൊരു പട്ടേൽ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങളോ, അതിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. ഞാൻ എതിർത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള കുറെ നിർമ്മിതികൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ കഴിയുന്നതാണോ കരുതുന്നത്? മന്ദബുദ്ധികൾ മാത്രമേ അത് വിശ്വസിക്കുള്ളൂ. വിവരവും ബോധവും വെള്ളിയാഴ്ചയുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ അതിന് വിശ്വസിക്കാൻ തയ്യാറല്ല. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവതയാണ്, യുവജനതയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് വിളിക്കുക. ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ ഈ മനുഷ്യ വിഭവശേഷിയെ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയിലേക്ക്, പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കുന്നതിന് പകരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി വിഭജിക്കാനായിട്ട് കഷ്ണം കഷ്ണമാക്കി കുറച്ച് BJPക്ക്, കുറച്ച് മുസ്ലിം ലീഗിന്, അല്ലെങ്കിൽ വേറെ കോൺഗ്രസിന് കുറച്ച് മതപരമായിട്ടുള്ള ഒരു വിഭജനമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇടതുപക്ഷവും മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാവരും മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയമായി ചിന്തിച്ചുകൊണ്ട് വിഭാഗീയമായി വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായിട്ട് യുവജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വലിയ ഒരു സാമൂഹിക വിപ്ലവം ജനിക്കുന്നു. അതിനെ കാരണം വേറെ ഒന്നും നോക്കണ്ട. അതിന്റെ ഏറ്റവും പുതിയ, ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് യുവാക്കൾക്കിടയിൽ ഇപ്പൊ പടർന്നു പിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് മൂവ്മെന്റ്. നമ്മുടെ ഈ ഭരണ വ്യവസ്ഥിതി നേരെയല്ല പോകുന്നത്. യുവാക്കൾക്ക് യാതൊരു പരിഗണനയും ഇല്ല എന്നതിന്റെ പ്രതിഷേധം അറിയിക്കാൻ ഒരു മാർഗവും ഇല്ലായിരുന്നപ്പോ അവരുടെ പ്രതിഷേധം അറിയിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത്, അവരുടെ തലയിൽ ഭാരം ഇറക്കി വെക്കാൻ ഒരു മാർഗവും ഇല്ലായിരുന്നപ്പോ ഒരു പേജ് വെറുതെ ഒരുത്തം തുടങ്ങി വെച്ചതാ. ആ പേജ് ഇന്ന് ഫോളോ ചെയ്യുന്നത് കോടിക്കണക്കിന് പേരാണ്. 1-2 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ കോടിക്കണക്കിന് പേർ അത് ഫോളോ ചെയ്യുന്നു, ആ ആശയത്തെ പിൻപറ്റുന്നു, അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾ ഒന്ന് ആലോചിക്കണ്ടേ? എന്താണ് കോക്രോച്ച് മൂവ്മെന്റ്? എന്തുകൊണ്ടാണ് യുവാക്കൾ അതിന്റെ പിന്നാലെ പോകുന്നത്? ആലോചിക്കണ്ടേ? അല്ലാതെ അവരെ കരിച്ചു കളഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളിതേ കോക്രോച്ചിനെ കരിക്കാൻ പോകുന്നു, അത് നശിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കോക്രോച്ചിനെ കരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ കോക്രോച്ച് ഉണ്ടാവും. കോക്രോച്ചിനെ മുഴുവൻ കൂട്ടിയിട്ട് കരിച്ചു കഴിഞ്ഞാൽ അവിടെ പഴുതാരകളും മറ്റു പലതും ഉണ്ടായി വരും, എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വരും. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ യുവാക്കൾ ഇതിന്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് ചിന്തിച്ചേ പറ്റൂ. അഴുക്കുചാലിൽ ജീവിക്കുന്ന, ആർക്കും വേണ്ടാത്ത, എന്നാൽ ഏത് കഠിന സാഹചര്യത്തെയും അതിജീവിച്ച് ജീവിക്കാൻ കഴിയുന്ന, മുന്നേറാൻ കഴിയുന്ന ഒന്നാണ് പാറ്റ എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് അതിനെ കത്തിച്ച് നശിപ്പിക്കാമെന്ന് കരുതൊന്നും വേണ്ട. ഇന്ത്യയിലെ ഭരണാധികാരികളും അതുപോലെ രാഷ്ട്രീയ വയോവൃദ്ധരും അവരുടെ ആവശ്യങ്ങളെ, യുവാക്കളുടെ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും അവഗണിക്കുകയാണ്. അത് പരിഗണിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവിടെ കുറെ യുവാക്കൾ താമസിക്കുന്നുണ്ട്, അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. വെറും അഴുക്കുചാലിലെ പാറ്റകൾ, വെറും അഴുക്കുചാൽ, വെറും കൂറകൾ, നീയൊക്കെ വെറും കൂറകളെന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ചിന്ത തലയിൽ കയറി പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധമാണ് ദിവസങ്ങൾക്കകം കോടിക്കണക്കിന് ജനങ്ങളുടെ, യുവാക്കളുടെ പങ്കാളിത്തം ആ പ്രസ്ഥാനത്തിന് ലഭിക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യണത്?
അവർ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കും, വെറുതെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പൊ നമ്മുടെ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ട് ഒരു പൊള്ളയായ ഒരു വാഗ്ദാനം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ കണ്ണൂരിൽ രാവിലെ കയറി നിൽക്കുക, ഒരു ട്രെയിനിന് ടിക്കറ്റൊന്നും കൊടുക്കണ്ട, അങ്ങോട്ട് കയറിയാൽ മതി, കയറി നിൽക്കുക, അങ്ങോട്ട് പോവാ, അരമണിക്കൂർ കൊണ്ട് നേരെ തിരുവനന്തപുരം എത്തും, അവിടെ ചെന്നിറങ്ങി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കയറാത്തവരും നോക്കണ്ട, 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ വരും. ഇത് അങ്ങ് വായുവിലൂടെ അങ്ങോട്ട് പറന്നു പോകും. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ഇതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് കുറെ ആൾക്കാർ അവരുടെ പിന്നാലെ പോകുന്നതാണ് കാണുന്നത്. ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായിട്ടിരിക്കുന്നവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ, അത് ഭരിക്കുന്നവരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും, ഇവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളോടുള്ള കടുത്ത അമർഷവും പരിഹാസവുമാണ് ഒരു കോക്രോച്ച് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ അവഗണന, ഈ യുവാക്കളെ അവഗണിക്കുന്നതിനെതിരെയുള്ള ഒരു ശബ്ദം. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുണ്ട് ഓരോ വർഷവും. അവർക്ക് തൊഴിലുണ്ടോ? ഭരണാധികാരികൾ ആരെങ്കിലും അവരുടെ തൊഴിലിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചോ സംസാരിക്കുന്നുണ്ടോ? അതൊന്നും സംസാരിക്കാതെ ജനങ്ങളെ ചുമ്മാ തമ്മിലടുപ്പിക്കുക, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലിങ്ങനെ അടുപ്പിക്കുക, അത്തരത്തിലുള്ള തമ്മിലടിക്ക് മാത്രം, എന്താ പറയുക, വർഗീയതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ഭരിക്കുമ്പോൾ ഇപ്പുറത്ത് ഈ 2026 അതായത് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, ലോകത്തെ വികസനം കാണുന്ന, ലോകമെന്നറിയുന്ന ഒരു യുവാക്കൾ അവർ കണ്ടുവരുന്നുണ്ട് ഇന്റർനെറ്റിലൂടെയും അല്ലാതെയും ഒക്കെ. ഇന്നെല്ലാം ലോകം വിരൽത്തുമ്പില, അല്ലെങ്കിൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കറങ്ങിക്കടാനുള്ള സംവിധാനം ഉണ്ട്. അപ്പൊ അവർ സഞ്ചരിക്കും, സ്വാഭാവികമായിട്ടും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഇതൊക്കെ കാണുമ്പോൾ യുവാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇവിടെ ഇതൊന്നും അല്ല ഈ പശുവിന്റെ പിന്നാലെ പോണതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നാലെ പോണതൊന്നും അല്ല ജീവിതം. അതൊക്കെ അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതം മാത്രമാണ്. ഈ മതമായാലും വിശ്വാസമായാലും മറ്റു കാര്യങ്ങളായാലും അതിന് രാഷ്ട്രീയ ആയുധമാക്കാൻ പാടില്ല. രാഷ്ട്രീയം ആയുധം ആരെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ തകർക്കാനാണെന്ന് ബോധമുള്ള കുറെ ചെറുപ്പക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും അവരൊരു ബദൽ കൂട്ടായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബദൽ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അവർ അഭയം കണ്ടെത്തും, അതിലൂടെ അവർ പ്രവർത്തിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അതിജീവനത്തിന്റെ പ്രതീകമായിട്ടാണ് അവർക്ക് ജീവിക്കണ്ടേ. വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ യുവാക്കൾക്ക് അവർക്ക് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെ തച്ച് തകർക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയെ അതിജീവിച്ച് അതിനെ തകിടം മറിച്ച് പോകാൻ വേണ്ടി അവർക്കൊരു കൂട്ടായ്മ ആവശ്യമുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിനെ കണ്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഭയന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഭയന്നിട്ട് അവർ അത് തിരുത്താനല്ല തയ്യാറാകുന്നത്. അവർ ആ പ്രതിരോധത്തെ കരിച്ചു കളയാനാണ് നോക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു രാജ്യത്തിന്റെ വളർച്ച അളക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ പാറ്റകളെ കരിച്ചുകൊണ്ടാ? അതിന്റെ ഉൽപാദനക്ഷമത കൊണ്ടാണ്. യുവാക്കളാണ് ഇവിടുത്തെ ഉൽപാദനക്ഷമത. അത് ശാസ്ത്രമായിക്കോട്ടെ, സാങ്കേതിക വിദ്യ ആയിക്കോട്ടെ, ഗവേഷണമായിക്കോട്ടെ, മറ്റ് ആധുനിക വ്യവസായമായിക്കോട്ടെ, അതുപോലെ സാമ്പത്തികമായി വളരാനുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു വളർച്ച, അതിലൂടെ മാത്രമേ രാജ്യത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് യുവാക്കളെ പറ്റുള്ളൂ. എന്നാൽ ഇന്നത്തെ ഭരണാധികാരികൾ അങ്ങനെയാണോ? യുവാക്കളെ അത്തരത്തിലുള്ള ശാസ്ത്രീയ ചിന്താഗതിയിലേക്ക് 2026 ജീവിക്കുന്നതിന് പകരം പഴയ കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോയി ജാതി വെറിയുടെയും വർഗീയതയുടെയും രാഷ്ട്രീയ വെറിയുടെയും ഒക്കെ അടിമകളാക്കാൻ ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതന്നെയല്ലേ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഒരു ഭരണാധികാരി അവിടെ അധികാരത്തിലേറ്റിട്ട് അവിടെ എത്ര യുവാക്കൾക്ക് തൊഴിലുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് നമ്മുടെ സ്റ്റേറ്റിന് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഒന്നുമല്ല ചിന്തിച്ചത്. അവിടെ അറവ്, അടുത്ത് പെരുന്നാൾ വരുന്നുണ്ടല്ലോ, ആ പെരുന്നാളിന് അറവ് എങ്ങനെ മുടക്കാം, മുസ്ലിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം, അതാണ് നോക്കിയത്. അതാണ് നോക്കേണ്ടത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രയോറിറ്റി ആണെന്ന് കരുതുന്ന ആൾക്കാർ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ രാജ്യം മുടിഞ്ഞു പോവും. അതാണ് ഞാൻ പറഞ്ഞത്, 10-20 വർഷം, 20-30 വർഷത്തിനപ്പുറം ഈ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാകൂല. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടാൻ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു കൂട്ടരെ, ആരാണോ കൂടുതലുള്ളത് അവരെ ഒന്ന് പ്രലോഭിപ്പിച്ചാൽ മതി, ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തിയാൽ മതി, വോട്ട് കൂടുതൽ കിട്ടും, അവർക്ക് ഭരണം കിട്ടും. ആ എളുപ്പ വഴിയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആധുനിക യുവാക്കൾ ഇഷ്ടപ്പെടുന്നത് ഇമാതിരിയുള്ള ജാതി കൊടിയോ അതിന് രാഷ്ട്രീയ കൊടിയോ ഒന്നും അല്ല. അവരുടെ കയ്യിലുള്ളത് പുസ്തകങ്ങളും ലാപ്ടോപ്പും സ്മാർട്ട് ഫോണുകളും ഒക്കെയാണ്. അതൊക്കെ ഒന്ന് എടുത്ത് പ്രയോഗിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് പകരം അവരെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് വൈരാഗ്യത്തിന്റെ, മതവൈരാഗ്യത്തിന്റെ, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ആയുധങ്ങളാണ്. അത് വെച്ചു കൊടുക്കുകയാണ്. ഇത് രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി 0 ആക്കല്ലേ ഉള്ളൂ, അല്ലാതെ വർദ്ധിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? വിദ്വേഷം നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകളോ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്കറിയാമല്ലോ, ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള ആധുനിക ചിന്താഗതിയുള്ള യുവാക്കൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ ഭരണകർത്താക്കൾക്കും അറിയാത്തൊന്നും അല്ലല്ലോ. ഈ യുവാക്കൾ ശാസ്ത്രീയമായ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്, മികച്ച തൊഴിലവസരങ്ങൾ, സാഹചര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്, അന്തസ്സുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്, അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള, ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ സ്വന്തം നാട്ടിൽ, ജനിച്ച ഈ നാട്ടിൽ, ഈ രാജ്യത്ത് വിദ്വേഷ രാഷ്ട്രീയവും അവരുടെ ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരമില്ലാത്തൊരവസ്ഥയും ഇതൊക്കെ കാണുമ്പോൾ അവർ കൂട്ടത്തോടെ നാടുവിടുകയാണ്. അവനെന്ത് ചെയ്യുക? അവർക്ക് അവസരം എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോവും. മിടുക്കരായ യുവാക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറാണ്.
നോക്കൂ, ഈ ലോകത്തിന് എന്തെങ്കിലും സംഭാവനകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഈ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, അത്തരത്തിലുള്ള കമ്പനികളുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനോ ഒരു മലയാളിയോ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ദക്ഷിണേന്ത്യക്കാരൻ എന്തായാലും അവിടെ ഉണ്ടാവും. അവരുടെ പ്രൊഡക്ടിവിറ്റി ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ടതല്ലേ? ഇന്ത്യയിലെ ബുദ്ധിയും വിവേകമുള്ള ബോധമുള്ള നേരത്തെ ഞാൻ പറഞ്ഞ യുവത അവരുടെ പ്രൊഡക്ടിവിറ്റി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. ഇന്ത്യയിൽ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യമില്ല. അവർക്ക് ഈ ജാതിക്കൊടിയും ഈ വർഗീയ കൊടിയൊന്നും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് രാജ്യം വിടും. അവരുടെ പ്രൊഡക്ടിവിറ്റി മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും പശുവും കാവിയും പച്ചയും വെള്ളയും അതും ഇതൊക്കെ ആയിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നതാണ് പറയുന്നത്? ഈ രാജ്യം എത്ര കാലം മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്? നല്ല കഴിവും പ്രാപ്തിയുമുള്ള യുവാക്കൾ രാജ്യം വിട്ടു പോകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നികുതി പണം മാത്രമല്ല നഷ്ടപ്പെട്ടു പോണത്. ഈ രാജ്യത്തെ വളർത്തേണ്ട അടുത്ത തലമുറ ഉണ്ടല്ലോ, അടുത്ത തലമുറ, വളർന്നു വരുന്ന തലമുറ ഈ രാജ്യത്തെ നയിക്കേണ്ടവരാ. ആ തലമുറ കൂടിയാണ് നഷ്ടപ്പെട്ടു പോണത്. ഇവിടെ വയോവൃദ്ധൻ മാത്രമായിട്ട് ഇങ്ങനെ കയറി വരും. അവർ മാത്രം തങ്ങളുടെ അധികാരം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കളിച്ച് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക്, രാജ്യം അതിൻ്റെതായ വലിയ ഒരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതാണ് ഇനി വരാൻ പോകുന്നത്. യുവാക്കളില്ലാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് വെറും ഒരു വൃദ്ധസദനമായിട്ട് അങ്ങനെ മാറും. അങ്ങനെ ഒരു രാജ്യം മാത്രമായിട്ട് മാറും. ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാതെ യുവാക്കളുടെ പിന്നാലെ പോകണം. അതായത് ഒരു പാർട്ടി സംഘടന പിന്നാലെ പോകണം. ഇപ്പൊ പറയുന്നത് എന്താണ്? അത് ആ ജനകീയ പ്രക്ഷോഭത്തെ അത് പാകിസ്ഥാൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ബാക്കിയുള്ള ജനം പേടിച്ചിട്ട് അതിന് പിന്നാലെ പോകരുത്. ഇനി ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ഇനി പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് തന്നെയാണെന്ന് കരുതൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ കൂറ സംഘടന എന്ന് തന്നെ കരുതിയേക്ക്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനം ആ കൂറ സംഘടന പിന്നാലെ പോകുന്നത്? അത് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ചിന്തിക്കണ്ടേ? അവരങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കണ്ടേ? അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ യുവാക്കൾ ആ ചതിയിൽ ചെന്ന് പെടുന്നത്. അതുകൊണ്ട് അത് മറ്റു രാജ്യത്തിന്റെ ഗൂഢാലോചനയാണ്, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ട ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നുമില്ല. യുവാക്കൾ അത്തരത്തിൽ പോകാതിരിക്കാൻ, അവർക്ക് ഇവിടെ ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ, ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മറ്റ് രാജ്യങ്ങൾ ജീവിക്കുന്നത് പോലുള്ള സാഹചര്യം ഇവിടെ ജീവിക്കാൻ പറ്റണം. പാറ്റയെ തച്ചു കൊല്ലാനോ കൂട്ടത്തോടെ കരിച്ചു കൊല്ലാനോ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ചെയ്താലിട്ട് നടക്കുന്ന കാര്യവുമല്ല. ഒരു കൂറ അല്ലെങ്കിൽ മറ്റൊന്നുണ്ടായി വരും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പഴുതാരം ഉണ്ടായി വരും. കൂടുതൽ ഭീകരമായിട്ടായിരിക്കും പിന്നെ ഉണ്ടായി വരിക. കാര്യം ഈ അഴുക്കുചാലിലെ കൂറ മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ പലതും ഉണ്ടല്ലോ. ഈ കൂറകളെ പിടിച്ചു കെട്ടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർക്ക് 2026 ഈ നൂറ്റാണ്ടിൽ ലോകം മറ്റ് രാജ്യങ്ങൾ ജീവിക്കുമ്പോൾ, ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ആ കാലത്തെ ചിന്താഗതികളും ആ കാലത്തെ മറ്റ് ജീവിത രീതികളും ശൈലികളും എല്ലാം അനുവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു ലോക നിലവാരത്തിലുള്ള ഒരു ചിന്താഗതിക്ക് പകരം നാട്ടിലെ വ്യവസ്ഥയോട് ഒരു എന്താ പറയാ തരംതാണ രീതിയിലുള്ള ഒരു നിലപാട്, സ്വന്തം രാഷ്ട്രീയ പദവികൾ മാത്രം നോക്കുന്ന ഭരണാധികാരികൾ നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു അമർഷം ഉണ്ടാവും. അതിനാണ് കോക്രോച്ച് മൂവ്മെന്റ് എന്ന് പറയാ. മനഃപൂർവ്വമായിരിക്കും അത് കോക്രോച്ച് എന്നുള്ള പേരിട്ടത്. ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടത് വിദ്വേഷത്തിന്റെ മതിലുകളല്ല, മറിച്ച് അവസരങ്ങളുടെ ആകാശമാണ്. രാഷ്ട്രീയക്കാരുടെ വോട്ട് ബാങ്ക് കളികളെ പരിഹസിച്ചുകൊണ്ട് യുവാക്കൾ പാർട്ടികൾക്ക് പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് ഭരണവർഗത്തിനോടുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. യുവാക്കളുടെ ഉൽപാദനക്ഷമതയെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് പണയം വെക്കാതിരുന്നാൽ മാത്രമേ ഈ രാജ്യത്തിന് ഭാവി ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ആര് ചിന്തിക്കണമെന്നുള്ളതാണ്. ഇത്രയൊക്കെ മൂവ്മെന്റ് ഉണ്ടായിട്ടും, ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും, ചർച്ച ഉണ്ടായിട്ടും ജനങ്ങൾ മുഴുവൻ അതിന്റെ പിന്നാലെ, പാർട്ടിയുടെയും കൂറയുടെയും പിന്നാലെ പോയിട്ട് നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോഴും കാര്യം മനസ്സിലാക്കിയിട്ടില്ല. കാരണം അവർ ഇപ്പോഴും പഴയ കുരുടി കഥകുത്തുറ എന്നൊരു മട്ടിലാണ്. നമ്മുടെ രാജ്യം നശിച്ചു പോയി ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ. യുവാക്കൾ വേണം. ഈ വൃദ്ധന്മാർക്ക് ശേഷം, അതായത് എനിക്ക് ശേഷം പ്രളയം എന്നുള്ളൊരു നിലപാടുണ്ടല്ലോ, അത് ശരിയല്ല. Different angles. Don't forget to subscribe and support this channel.